ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ രാവിലെ തന്നെയാണ് ഗായ്സ് നമ്മളെന്തായാലും എണീറ്റിട്ട് എന്തായാലും ഉണ്ട് ഗായ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഏതാണ് ഇങ്ങനെ രാവിലെ എണീറ്റിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഓക്കെ, ആകെ ബോറിങ്ങുകളൊക്കെയാണ് എന്തൊക്കെ. ഞാൻ പിന്നെ രാവിലെ എണീറ്റിട്ട് ഗൈസ് നമ്മുടെ ഉമ്മിനെ എടുത്തുകൊണ്ട് വന്ന് എന്തായാലും വെളിയിലൊക്കെ എന്തായാലും ഒന്ന് നടക്കാനൊക്കെ ഒന്ന് പോയി. ഓക്കെ, നടക്കാനൊക്കെ പോയിട്ട് ഒരു കടയിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ പിന്നെ നമ്മുടെ ഈ ഒരു വില്ലേജിൽ ഇഷ്ടം പോലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല റെയർ വണ്ടിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വില കൂടിയ വണ്ടി ഈ കിടക്കണ GTR ആണൊക്കെ. അവിടെ ആയിട്ടൊരു ടെർസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ആൾക്കാരെന്തായാലും പുറത്തെന്തോ പോയി. പിന്നെ കുറേ പേരൊക്കെ പോവുകയും ചെയ്തൊക്കെ. വണ്ടി ഇവിടെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഓക്കെ, സ്വിഫ്റ്റ് ഇതെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടും ഈ രണ്ട് വീട്ടിലായിട്ടാണ് താമസിക്കുന്നത്. ഇതെൻ്റെ വീട്, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടൊക്കെ. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കാറൊക്കെ. ഇവനും നമ്മളെപ്പോലെ നല്ല പാവപ്പെട്ടാണ്, പക്ഷേ ഇവനെന്നാലും അത്യാവശ്യം നല്ല പൈസയൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ നല്ല പാവപ്പെട്ടാണ് ഗൈസ്. നമ്മുടെ വണ്ടി ഉണ്ടാവും ഓമിനിയാണൊക്കെ. അപ്പം നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഇനി ലോണുണ്ട് ഗൈസ്. ഓക്കെ, ഈ വണ്ടി ഞാൻ സെക്കൻഡ് ഹാൻഡ് ലോണായിട്ട് എന്തോ എടുത്തതാണ്. ഓക്കെ, ഈ വണ്ടിക്ക് ഇനി എത്ര കറക്റ്റ് ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് വെച്ചാൽ ഒരു 1,20,000 രൂപ എന്തായിരുന്നു. പഴയതല്ലേ. ഇനി എനിക്ക് ഈ വണ്ടി ഒരു എത്ര 30,000-40,000 രൂപ ഇനി അടയ്ക്കാനുണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി ഒന്ന് എന്തായാലും എടുത്തോണ്ടെങ്കിൽ ചുമ്മാ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങാം. ഓക്കെ, ഒരു ഫോൺ കോളിങ്ങൊക്കെ നമുക്ക് വരുന്നുണ്ട്. ആരാണോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫോണിങ്ങൊക്കെ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഫ്രണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അവൻ്റെ കൂടെ ഒന്ന് സംസാരിച്ചിട്ട് എന്തായാലും വരാം. ഓക്കെ ഓക്കെ ഗായ്സ്, നമ്മുടെ ഫ്രണ്ടിനെല്ലൊക്കെയാണ്. ഓക്കെ, അവൻ എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ ഇന്നെന്തായാലും അവൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് കുറച്ച് ദിവസം എന്തായാലും അവനായിട്ട് എന്തായാലും ഒരു ഗിഫ്റ്റിങ്ങളൊക്കെ എന്തായാലും വാങ്ങിച്ചെന്തായാലും വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, എൻ്റെ വീടിൻ്റെ അകത്ത് എന്തായാലും ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാന്നൊക്കെ ഒന്ന് വിചാരിച്ചതാണ്. ഓക്കെ, എന്തായാലും അവൻ തന്നെ എന്തായാലും നമ്മളെന്തായാലും വിളിച്ചിട്ട് എന്തായാലും ഉണ്ടാക്കി. ഇനി ഉറപ്പായിട്ടൊന്ന് വലിയൊരു പാർട്ടിയൊക്കെ എന്നാണ് പറഞ്ഞത്. അവൻ ഭയങ്കര കോടീശ്വരനാണ്. ഇഷ്ടം പോലെ വണ്ടിയിലുണ്ട്. ഓക്കെ, വാൻ സെക്യൂരിറ്റിയും പോലീസുകാരും എല്ലാം ഉണ്ട്. ഓക്കെ, ഭയങ്കര കോടീശ്വരനാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും അവൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോവാം. ഓക്കെ, എന്തായാലും ഞാൻ എന്തായാലും നേരെ എന്തായാലും നമ്മുടെ ഒമിനിയും കാര്യങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വണ്ടി എങ്ങനെ എടുക്കുമെന്നത് അറിഞ്ഞോളൂ. ഇവിടെ ഫുള്ള് ആൾക്കാരെ വണ്ടികൾ വഴിയിലേക്ക് കൊണ്ടിട്ടിരിക്കുകയാണ്. ഓക്കെ, അയ്യോ തട്ടാതെ എടുക്കണമെന്ന്, അത് ലോൺ പോലെ അടച്ചില്ല. ഓക്കെ, ഈ പൊട്ട വണ്ടിക്ക് എന്തിനാണ് അത് ലോണൊക്കെ. ഓക്കെ, നമുക്ക് നല്ലൊരു വണ്ടി എടുക്കണം. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണെങ്കിൽ ഒരു കിടിലൻ വണ്ടിയാണ്. ഓക്കെ, മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഓക്കെ, അതും 4th ജനറേഷൻ. ഓക്കെ, പക്ഷേ നമ്മുടെ വണ്ടി നല്ല പഴയതാണ്. ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ വണ്ടി എന്നാലും വളച്ചെന്നാലും എഴുതുന്നത് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്, പക്ഷെ അത് സീനില്ല. ഓക്കെ ഓക്കെ അപ്പം നമുക്കെന്തായാലും നമ്മുടെ ഒമിനി കൊണ്ടെന്നാലും നേരെ എന്തായാലും നമുക്ക് ഓടിച്ചു. ഓക്കെ, വണ്ടിക്കാണെങ്കിൽ തീരെ പെട്രോളും ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഒരു എത്ര 5 കിലോമീറ്ററൊക്കെ ഓടാനുള്ള പെട്രോളൊക്കെ വണ്ടിക്കുണ്ട്. ഓക്കെ, ഞാൻ അടിക്കുകയെന്ന് വേണ്ട, സമയം പോകും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ വീട്ടിലോട്ട്, അതാകുമ്പോൾ ഇന്നത്തെ ഫുഡ് നമുക്ക് വാങ്ങണ്ട, അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഏകദേശം അവൻ്റെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഏകദേശം എന്തായാലും അവൻ്റെ ഒരു വീട്ടിലും കണക്ക് എത്തിയിട്ടുണ്ട്. അയ്യോ ഓ എൻ്റെ വീടിനിങ്ങനെ ഏരിയയൊക്കെ പൊളിയാണ്. ഓക്കെ, ഈ ആദ്യം കാണുന്ന വീടല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ്. ഓക്കെ, അവൻ്റെതൊക്കെ ആദ്യം കാണുന്നത് വേറെ ഏതോ കോടീശ്വരൻ്റെ വീടാണ്. ഓക്കെ, പക്ഷെ അയാളെക്കാളും വലിയ കോടീശ്വരനാണ് കേസ് ഇവനൊക്കെ. ഇത് നല്ല പൈസയൊക്കെ ഉണ്ട്. ഓക്കെ, ഇഷ്ടം പോലെ കാറുകളും ഉണ്ട്. ഓക്കെ, എൻ്റെ മോൻ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ആൾക്കാരെല്ലാം വന്നെന്ന് തോന്നുന്നു. ഇവനും ഉണ്ട് കേസ് ഒരു GTR. ഓക്കെ, ഇവന് ഇഷ്ടം പോലെ ബൈക്കും ഇവിടെ വൺ സെക്യൂരിറ്റി ഉണ്ട്. ഇതൊന്നും അല്ല മോനെ, ഇവന് ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഓക്കെ, പോലീസ് കാറൊക്കെ നിറച്ചുണ്ട്. അന്നൊരു ദിവസം ഇവൻ്റെ പഴയൊരു ബർത്ത്ഡേക്ക് നമ്മളെന്തായാലും വന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ വണ്ടിയാണ്. ഓക്കെ, അപ്പോഴും നമ്മൾ ഈ ഒരു ഒമിനിയിലാണ് വന്നത്. ഓക്കെ, അപ്പോഴും വണ്ടി ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു വണ്ടിയുടെ ലോൺ നമ്മൾ 1000 രൂപ വെച്ചാണ് അടയ്ക്കണം. ഓക്കെ, നമ്മളതിൽ കിട്ടാനുള്ള പൈസയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ ഒമിനികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും വീടിൻ്റെ അകത്ത് നേരെ എന്തായാലും കയറി പോവാം. ഓക്കെ ഓക്കെ ഇവിടെ പക്ഷെ ആരും കാണാനില്ല. ഇനി തന്നെ അവൻ വെളിയിലുണ്ടായിരിക്കും. ഓക്കെ, എൻ്റെ അമ്മ അവൻ്റെ കയ്യിലുള്ള ഏറ്റവും വില കൂടിയ കാറാണ് ഈ GTR. ഓക്കെ, താറും അവൻ്റെ ആണ്. ഓക്കെ, ബൈക്കുണ്ട്. ഇതൊന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം വേറെ ഏതൊരു വീട്ടിൽ വെച്ചേക്കാണെങ്കിൽ അവന് ഇഷ്ടം പോലെ
വീടൊക്കെ ഉണ്ട്. ഓക്കെ, അയ്യോ. ഓക്കെ, അപ്പോൾ അവൾ ഇടിച്ച് വീണാനേ. അല്ല, അവ എവിടെയെന്ന് അറിഞ്ഞൂടാ. ഇതാര്? നിന്നെ എനിക്കറിയാലോ, നീ ഞങ്ങളോടെ പഠിച്ചൊരുത്തനല്ലേ? ആ ശരി തന്നെ, നിന്നെ എനിക്കറിയാം. അല്ല, നീ ഇപ്പം എന്തിനാ എന്നെ ഇടാന്ന് വിളിച്ചാ? കാരണം എന്തെന്നറിയാമോ? നീയൊരു പൈസയോ ഒരു ചുക്കും ഇല്ലാത്തൊരുത്തനാണ്. നീ പറഞ്ഞേക്കണ്ട് നിന്റെ കയ്യിലുള്ള ഒരു പൊട്ട ഓമിനി വണ്ടിയല്ലേ, അതെനിക്ക് തീരെ ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനത്തെ വണ്ടിയെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് നല്ല പവർഫുള്ളും പിന്നെ നല്ല ലക്ഷറി ആയിട്ടുള്ള വണ്ടികളൊക്കെയാണ് ഇഷ്ടം. ഓക്കെ, എനിക്കെന്തായാലും ഇഷ്ടം പോലെ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നിന്റെ ഒമിനി കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ, അതുകൊണ്ട് ഞാൻ നിന്റെ വണ്ടിയിലൊരു കല്ലെടുത്തെറിഞ്ഞു. നിന്റെ വണ്ടിയിൽ കല്ലെടുത്തെറിഞ്ഞ അവിടെ എന്താണ് പ്രശ്നം? ഓ ഗൈസ്, അവൻ വന്നിട്ടുണ്ട്. ഓക്കെ, അവ അവിടെ നിൽക്കുകയാണ്. ഓക്കെ, എന്താണ് പ്രശ്നം? ദാ നിന്റെ ഗേൾ ഫ്രണ്ടുള്ള അവൾ തന്നെ ചുമ്മാ ഇട്ട് ചൊറിയണ്. നിനക്ക് എന്തടി ചുമ്മാ അവന് ഇട്ട് ചൊറിയണ? എന്നാലും അവൻ നല്ല കഷ്ടപ്പെട്ടാണ് അവൻ ജീവിക്കണ തന്നെ. നിനക്ക് എന്തിൻ്റെ സൂക്കേട്ടടി? നീ ഒന്നും പറയണ്ടടാ. അവൻ ഒരു രക്ഷയില്ല. അവൻ വന്നേക്കണ ഒരു പേട്ട വണ്ടിയിലാണ്. ഓ അങ്ങനെയാണല്ലേ, എന്നാ ഞാൻ പോണം. ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നു. പോലെടാ, ഫുഡ് കഴിച്ചിട്ട് പോടാ. ഇല്ല, എൻ്റെ വണ്ടിയിൽ കല്ലെടുത്തെറിഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. നിനക്ക് എന്തിൻ്റെ കേട്ടടി? പാവോ, നല്ല പൈസ കൊടുത്താണ് അവൻ വണ്ടി വാങ്ങിച്ചതിന്. പാവം, എനിക്കവനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ അവൻ സമ്മതിക്കണില്ല. വിളിച്ചു വരുത്തി അപമാനിച്ച്. അവനല്ല, അവള്. ഓക്കെ, എന്തൊക്കെ ആലോചിച്ചിരുന്നതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പോവായിരുന്നു. ഇന്നിവിടെ നല്ല വലിയ ബുഫയൊക്കെയാണ്. ഓക്കെ, ഇന്നിവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, പക്ഷെ അതെല്ലാം അവൻ്റെ ഇതേപോലെ തന്നെ വേറൊരു വീട്ടിലാണ്. ഓക്കെ, ചുമ്മാ നമ്മൾ അപമാനിച്ച്. വേറെ വഴിയില്ല, നമുക്കിപ്പോൾ വീട്ടിൽ പോകാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നമുക്ക് തിരിച്ച് നേരെ ഇവിടെ വീട്ടിലോട്ടേക്ക് പോവാം. ഓക്കെ, വീട്ടിൽ പോകണല്ലോ ഗൈസ്. ഞാൻ ഒന്നും കഴിച്ചില്ല. നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി വല്ലതും കഴിച്ചിട്ട് വരാം. ഓക്കെ, ഇവക്കിട്ട് എന്തായാലും ഒരു മുട്ടൻ പണി എന്തായാലും കൊടുക്കണം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒമിനി ഒരു പരിപാടിയിട്ടിരിക്കുകയാണ്, തട്ടി. അവളൊരു കല്ലെടുത്തും കൂടെ ഇറങ്ങി വണ്ടിയുടെ സൈഡിലായിട്ട്. ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരട്ടെ. ഓക്കെ ഗായ്സ്, ഇവിടെ തന്നെ ഇപ്പോൾ 2000 രൂപ എന്തായാലും പോയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ആകെപ്പാടം ഉണ്ടായിരുന്നത് തന്നെ 3000 രൂപയാണ്. അതിൽ നിന്ന് 2000 രൂപ പോയിട്ടുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ വിഷമം കൊണ്ടാണ് ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് കുറേ സാധനങ്ങളൊന്നും എല്ലാം കൂടെ കഴിച്ചപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും കൂടെ പോയി. ഓക്കെ, എന്ത് പറയാനാണ്. ഓക്കെ, ഇപ്പം ഫ്രീ ആയിട്ട് അവിടെ ഇനി കുറേ സാധനങ്ങൾ കഴിക്കായിരുന്നു, പക്ഷേ എന്നെ കൊണ്ടതിന് പറ്റണില്ലേ സുഖം. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഇവിടെ കുറച്ച് നേരം വണ്ടിയൊന്നും എന്തായാലും ഒന്ന് നിർത്തി വിടട്ടെ. എനിക്ക് ആകെ ടെൻഷനായിട്ടിരിക്കണം. അവൾ എന്നെ വിളിച്ചു നിർത്തി അപമാനിച്ച്. ഓക്കെ, അവളല്ല, അവനാണ്. ഓക്കെ, അവനാണ് നമ്മളെ വിളിച്ചത്, പക്ഷെ അവൻ പാവമാണ്. ഓക്കെ, അവനങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് നമ്മളെ ഇങ്ങനെ വിളിച്ചത്. ഞാൻ കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ടൊന്ന് ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഏകദേശം ഞാൻ ഒന്ന് റിലാക്സ് ആയിട്ടുണ്ട്. നല്ല ടെൻഷനായിരുന്നു. വെച്ചാൽ എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ച പോലെയാണ്. ഓക്കെ, അവനല്ല, അവളാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തിൽ ഞാൻ പോവില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഭയങ്കര വിശപ്പായതുകൊണ്ട് നല്ല ബുഫേ കാണുമെന്ന് വിചാരിച്ച് പോയപ്പോൾ നല്ല കിടിലൻ ബുഫയാണ് ഞാൻ വിചാരിച്ചതിനെക്കാളും. പക്ഷേ അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ച പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ദേഷ്യം ഒന്ന് ഇറങ്ങി. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോണത് നിങ്ങൾ എന്താണെന്ന് കണ്ടു. ഓക്കെ, എന്തായാലും ഇതിനൊരു തിരിച്ചൊരു പണി കൊടുക്കണ്ടേ നമ്മൾ. ഓക്കെ, ഞാൻ എന്തായാലും അവളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് എന്തായാലും പോവേണേ. ഓക്കെ, അതൊട്ടും ശരിയാകത്തില്ല. ഞാൻ എന്തായാലും അവളെ ഉറപ്പായിട്ട് എന്തായാലും തട്ടിക്കൊണ്ട് പോകാനായിട്ടാണ്. നമ്മളെലിരിക്കണ ഒമിനിയും കൂടെയാണ്. ഓക്കെ, ബെസ്റ്റ് കിഡ്നാപ്പിങ്ങിൻ്റെ വണ്ടി നമ്മുടെ ഒമിനിയാണ്. ഓക്കെ, വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി, പക്ഷെ അതൊന്നും ഒരു സീനുമില്ല. ഓക്കെ, മാൻ, വണ്ടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തട്ടി. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, അവളിപ്പോൾ എന്തായാലും ആ വീടിൻ്റെ ഫ്രണ്ടിലിങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, കുറച്ച് വായി നോക്കൽ അസുഖമുള്ളതാണ് അവൾക്ക്. ഓക്കെ, അവളെവിടെ പോയെന്നൊരു പിടിയില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആരും തന്നെ ഇല്ല, നമുക്ക് കറക്റ്റ് ടൈമാണ്. ഓക്കെ, അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടുകളൊക്കെയാണ്. ഓക്കെ, ഓക്കെ, അവൾ പക്ഷെ ഇവിടെ കാണാനില്ല. ഓക്കെ, ഇവളിത് എവിടെ പോയി?
അയ്യോ വണ്ടി ഒരു ഗട്ടർ ചാടി. ഇവിടെ കാണാനില്ലല്ലോ. ഇവളത് എവിടെ പോയി? ഇവിടെ ഉണ്ടാവേണ്ടാണ്. ഒരു ഭയങ്കര വായി നോക്കിയാണ് പെണ്ണ്. പക്ഷെ അവളെ കാണാനില്ല കേസൊക്കെ. ഇതോടെ മിക്കവാറും അപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ. അയ്യോ വണ്ടി ഇടിച്ച്. ഒന്നിനെ ഒരു പരിവേ തട്ടി തട്ടി. ചേടാ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇവിടുന്ന് എവിടെ പോയി? കൊല്ലേണ്ട ദേഷ്യം ഉണ്ടാവും നമുക്ക് അവളെ. എന്നാലും അവളെവിടെ പോയി? ഇത് ഗൈസ് അവിടെ നിപ്പുണ്ടാവളൊക്കെ. ഇതാ ആ സൈഡിലായിട്ടാണ് നിൽക്കണം. എനിക്ക് തോന്നുന്നു അവള് പോവാൻ ഒരുങ്ങിയാണെന്ന് പറഞ്ഞു. എൻ്റെ മോനെ നൈസ് ഒരു ഇടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാസമായിട്ട് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ നമുക്കിനി എവളെ പിടിച്ചെന്നാലും നമ്മുടെ ഒമിനിയിൽ എന്തായാലും കയറ്റാം. ഓക്കെ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ അവളെ എന്തായാലും എടുത്ത് നേരെ എന്തായാലും നമ്മളങ്ങനെ ഒമിനിയിലുകളൊക്കെ എന്തായാലും കയറ്റിയിട്ടുണ്ട്. നമ്മളെന്തായാലും ആ ബാക്ക് സീറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും വണ്ടികളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ലോക്ക് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി ഓടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകണം എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഞാൻ ഇവളെയും കൊണ്ട് എന്തായാലും വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോട്ടൊക്കെ. ഇവിടെ നിൽക്കണത് ശരിയല്ല. നമ്മുടെ ഫ്രണ്ട് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ എൻ്റെ മുമ്പ് ഓക്കെ അവളെൻ്റെ ഓമിനിയെ കുറ്റം പറഞ്ഞൊക്കെ കഷ്ടപ്പെട്ടാണ് ഈ വണ്ടി വാങ്ങിച്ചൊക്കെ. അല്ലെങ്കിൽ ഞാൻ സ്വിഫ്റ്റെങ്കിലും വാങ്ങുമായിരുന്നു. പക്ഷെ എന്തൊരു വാങ്ങിച്ചാലും ആകെ അപമാനമാണ്. ഓക്കെ ഓ നോ ഗൈസ് നമ്മുടെ ഓമിനി ജസ്റ്റ് മറിഞ്ഞ്. ഓ മാൻ സാരമില്ല വെച്ചാൽ ഇവളെ നമുക്ക് കിട്ടിയില്ല. അത് മതി. ഓക്കെ നമുക്കെന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ ഓക്കെ ഞാൻ ഇവളെയും കൊണ്ട് നേരെ എന്തായാലും ബീച്ചിലോട്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഒരു പരിപാടിയുണ്ട്. ഓക്കെ പൊളിഞ്ഞൊക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടി കണക്കി ഇവിടെ നിർത്തിയിട്ട് അവളെ എടുത്ത് എന്തായാലും പുറത്താക്കും. ഓക്കെ ഡി ഇറങ്ങടി. എടാ എന്നെ ഒന്നും ചെയ്യല്ലേടാ. ഞാൻ പാവാണ്. എന്നെ കൊല്ലല്ലേ. എന്നാ ഞാൻ പറയണമല്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലില്ല. അല്ലെങ്കിൽ എൻ്റെ കൈരികണ കണ്ട പിസ്റ്റലാണ്. അയ്യോ എന്നെ കൊല്ലല്ലേടാ. എന്താണ് എനിക്ക് വേണ്ട പറ. നീ എന്നെ അപമാനിച്ച് ശരി പോട്ട്. പക്ഷെ നീ എൻ്റെ ആ വണ്ടിയെ കുറ്റം പറഞ്ഞു. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് തന്നെ നീ എനിക്ക് ഒരു 4 കോടി രൂപ തരണം. 4 കോടി എൻ്റെ എടാ എൻ്റെ കയ്യിൽ അത്രയൊന്നും ഇല്ലടാ. ഞാനൊരു പാവണേടാ. ഇല്ലല്ലേ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നീ ഒരു കോടീശ്വരിയാണ്. മര്യാദയ്ക്ക് എനിക്ക് ഇപ്പം എന്തായാലും അത്രയും പൈസ തന്നു. അല്ലെങ്കിൽ നിന്നെ ഈ ടൈം വെച്ചാൽ ഞാൻ നിന്നെ എന്തായാലും കൊന്നു കളയാം. നോക്കോ ഇപ്പോൾ എടുക്ക് പൈസ എടുക്ക്. എടാ എന്നെ കൊല്ലല്ലേടാ പ്ലീസടാ. എന്നെ കൊല്ലല്ലേടാ പ്ലീസടാ. ഞാൻ ജീവിച്ചു പോട്ടറാ പ്ലീസടാ. എന്നെ കൊല്ലല്ലേടാ. ഇല്ല ഞാൻ നിന്നെ കൊന്നിരിക്കും. പൈസ എന്നാ നിനക്കിപ്പോൾ ജീവനോട്ടിരിക്കുക. എടാ കൊല്ലല്ലേടാ ഞാൻ പൈസ എടുക്കുക. എത്രയാണ് നിനക്ക് വേണ്ടിരുന്ന? 4 കോടി രൂപ. നീ കയ്യിൽ തരണം. അല്ല കള്ളനോട്ടല്ല. നീ എൻ്റെ അക്കൗണ്ടിലോട്ട് അയക്ക്. ശരിയടാ ഞാൻ ഫോൺ എടുത്തൊന്ന് അയക്കട്ടെ. ടുഡു മെസ്സേജ് ഒന്ന് നോക്കട്ടെ. ഓക്കെ 4 കോടി ക്രെഡിറ്റ്. ഓക്കെ അപ്പം പിടിച്ചോ. ഷിക്കോ. ഓക്കെ അയ്യോ എന്നെ കൊല്ലല്ലേ. അയ്യോ ഓക്കെ ഗായ്സ് ഫൈനലി നമ്മളങ്ങനെ ഒരു കോടീശ്വരനായേക്കാണ്. അയ്യോ കിഡ്നാപ്പിംഗ് പണി വേറെ ലെവലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓമിനിയാണ് ഗൈസ് നമുക്ക് 4 കോടി തന്നത്. വണ്ടി ജസ്റ്റ് പൊളിഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല. ഇനി നമുക്ക് നല്ല കിടില വണ്ടി കാണാം. എന്തായാലും അവളെന്തായാലും ഓടിച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ മറ്റേ പൊട്ടാസോ വെച്ചുള്ള തോക്ക് കാണിച്ചാണ്. ഈ വണ്ടിക്ക് ഇറങ്ങണമെന്നുണ്ട്. പ്ലാസ്റ്റിക് തോക്കാണ്. ഒറിജിനൽ തോക്കാണെങ്കിൽ നല്ല കിടുക്കാച്ചായിട്ടുള്ള മെറ്റീരിയലായിരിക്കും. ഇവിടെ എന്ത് പൊട്ടിയാണ് അതൊക്കെ. അത് പോട്ടെ നമുക്ക് 4 കോടി കിട്ടിയില്ല. നമുക്കിതിൽ അത്യാവശ്യം നല്ല പൈസയൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു പുതിയൊരു വണ്ടി മേടിക്കുക. നമുക്ക് GTR തന്നെ വാങ്ങിച്ചോളാം. ഓക്കെ എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് നമുക്ക് ഒന്നും കൂടെ പോകാം. ഓക്കെ ഗായ്സ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു കിഡ്നാപ്പിങ്ങിൻ്റെ വീഡിയോ എന്തായാലും ഇത്രയും എന്തായാലും ഉള്ളൂ. ഓക്കെ ഇതിൻ്റെ സീരീസ് 2 എന്തായാലും നമ്മളെന്തായാലും ഉടനെ എന്തായാലും കൊണ്ടുവരുന്നതാണ്. ഇതിവിടെ എന്തുകൊണ്ടൊന്നും തീരുന്നില്ല. ഓക്കെ അത് പക്ഷേ പുതിയൊരു സ്റ്റോറിങ്ങളൊക്കെ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒരു നോർമലായിട്ട് അല്ലാത്തൊരാളായിരുന്നു നമ്മൾ. പക്ഷെ നമ്മളെ കൊണ്ട് ഒരു ക്രിമിനലിനെ ആക്കിയതാണ്. ഓക്കെ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണം. ഓക്കെ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടൊന്നും ഈ ഒരു ഓമിനിയുടെ കിടിലൻ എപ്പിസോഡുകൾ തീരുന്നില്ല. നമ്മൾ വേറൊരു കിടിലൻ കിഡ്നാപ്പിംഗ് വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും വരുന്നതാണ്. ഓക്കെ അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവരും ഗുഡ് ബൈ. ടേക്ക് കെയർ.